നമ്മൾ റീൽ കാണുന്ന എന്തിനാണ്? ഒരു ഫീൽ കിട്ടാനല്ലേ. പക്ഷെ അതിലും നല്ലൊരു ഫീൽ നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അടിയിൽ സ്പർശിച്ചാൽ അവർക്ക് ചിരി നിർത്താൻ പറ്റില്ല. അതാണ് ഇക്കിളി. നമ്മൾ വലിയവരായാൽ അത് മറക്കും. പിന്നെ അത് മൊബൈൽ സ്ക്രീനിൽ തേടും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തേടും. ഇങ്ങനെ കാൽ വെച്ച് പാദത്തിൻ്റെ ഉള്ളിൽ പതുക്കെ സ്പർശിച്ചു നോക്കൂ. ശ്രദ്ധ അവിടെ തന്നെ നിലനിർത്തും. ഞാനിത് ചെയ്തപ്പോൾ ഒരു കാലിൽ ചെയ്താൽ മറ്റേ കാലിലും ചെയ്യണമെന്ന് തോന്നി. അത് പിന്നെ മാറി മാറി ചെയ്യണമെന്ന് തോന്നി. അത്രയ്ക്ക് ആഹ്ലാദകരമായൊരു സംഭവമാണ്. പാദത്തിൽ മെക്കാനോ റിസെപ്റ്റേഴ്സ് വളരെ കൂടുതലാണ്. ഈ സ്പർശം നെർവ്സ് വഴി ബ്രെയിനിലേക്ക് സിഗ്നൽ പോകും. നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ സെൻസേഷൻ കൂടുതൽ വ്യക്തമായി അനുഭവിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഒരു നാച്ചുറൽ കാം ഫീൽ കിട്ടും. റീലുകൾ എന്ത് ചെയ്യും? ഷോർട്ട് ഡോപ്പമിൻ ഹിറ്റ്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്യാൻ തോന്നി. കണ്ടന്റ് അനുസരിച്ച് നമ്മുടെ ശ്രദ്ധയെ അത് സ്വാധീനിക്കും. പക്ഷെ നമ്മുടെ കാലിൻ്റെ പാദത്തിൽ സ്പർശിച്ച് സൃഷ്ടിക്കുന്ന ഈ അനുഭൂതി നമ്മളെ ശാന്തമാക്കും. സ്ക്രോൾ ചെയ്യാനുള്ള തോന്നൽ കുറയ്ക്കാൻ സഹായിക്കും. അതോടെ ശ്രദ്ധ എവിടെയാണെന്ന് നമ്മൾ കുറച്ച് കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ നമ്മളിൽ തന്നെയുള്ള അനുഭൂതി സ്വാഭാവികമായി അനുഭവിക്കാൻ തുടങ്ങും. 30 സെക്കൻഡ്സ് സ്ക്രീനിൽ നിന്ന് മാറി ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഒരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം അറിയാൻ കഴിയും.